മനസ്സിലായില്ലേ? സോ ആ ഒരു രീതിയിൽ അതിൻ്റെ അകത്ത് സർവൈവ് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ അത്രയും പാടുള്ള കാര്യത്തിലേക്ക് എന്താ പറയുക, അതിൻ്റെ അകത്ത് വിന്നേഴ്സ് ആയാലും അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരാഴ്ച നിന്നവരാണെങ്കിലും നിങ്ങളെല്ലാവരും ഗ്രേറ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. സോ ആ ഒരു ഷോവിൻ്റെ അകത്ത് ഇനി നിങ്ങൾ പലരും കണ്ടിട്ടുള്ളതായിരിക്കും. ഞാൻ സീസൺ 4 അകത്ത് ഓൾമോസ്റ്റ് ഭയങ്കരമായിട്ട് മെന്റൽ എന്താ പറയുക മെന്റൽ സ്ട്രെങ്ത് എൻ്റെ അളന്നിട്ടുണ്ട്. സോ 65 ദിവസം കഴിഞ്ഞ് അങ്ങനെ ഒരു ഇൻസിഡന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു സീക്രട്ട് റൂമിന്റെ അകത്ത് 5 ദിവസം ഇരിക്കുന്ന സമയത്ത് സത്യം പറയാലോ, നമുക്കൊരു ഒരു പേപ്പർ തന്നിട്ടുണ്ട്, അതിന്റെ ടേംസ് റൂൾസ് വന്നിട്ട്. സോ അതിനകത്ത് നമുക്കൊരു സിബ് ഇടുന്ന സൗണ്ട് പോലും വരാൻ പാടില്ല. സോ സൗണ്ട് ഒന്നും ഇല്ലാതെ ഒരു 4-5 ദിവസം ഒരു റൂമിന്റെ അകത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ എന്റെ മെന്റലി ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയി. പക്ഷേ എന്റെ ആ മെന്റൽ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് പിടിച്ചു നിന്ന്. ബിഗ് ബോസ് എന്റെ അടുത്ത് ചോദിക്കും, കാരണം ഇവർക്ക് അറിയാം എന്നെ മെന്റലി എങ്ങനെയെങ്കിലും ഡൗൺ ആക്കണമെന്നുള്ളത്. പക്ഷെ ഞാൻ ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എത്രയൊക്കെ ട്രൈ ചെയ്താലും 100 ദിവസം എന്നെ ഇതിന്റെ അകത്ത് പിടിച്ചിട്ടാലും ഞാൻ എന്റെ അടുത്ത് ഇടിക്കും, കാരണം ഞാൻ ഇതിന്റെ വിന്നറായിട്ട് തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. സോ അങ്ങനെ എനിക്ക് തോന്നുന്നു പലർക്കും അറിയാം ഞാൻ തിരിച്ചു കയറുന്നതായിട്ട് പ്രോമോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് എന്നെ കൊണ്ടുവന്നിട്ട് പുറത്താക്കിയാണ് ചെയ്തത്. സോ അത് ഒരുപാട് പേരല്ല, 1-2-3 പേരുടെ പ്ലാനിങ് ആയിരുന്നു, അജണ്ടയായിരുന്നു ഏഷ്യാനെറ്റിലുള്ളത്. സോ അതെല്ലാം സഹിച്ച് ഓക്കെ കുഴപ്പമില്ല, എന്നാൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നല്ലേ. എനിക്കൊരു എന്റെ ഈ ഒരു ജന്മത്തിൽ എനിക്ക് 2 ജീവിതം ഞാൻ ചിന്തിക്കുന്നത്. ഒന്ന് ബിഗ് ബോസിന് മുന്നേ ഉള്ളത്, ഒന്ന് ബിഗ് ബോസിന് ശേഷമുള്ളത്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്നു, എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എപ്പോഴും അതുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ അടുത്തും ബിഗ് ബോസിന്റെ അടുത്തും താങ്ക്ഫുൾ ആയിട്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷേ നമുക്ക് ഈ ഫിനാലെ കഴിഞ്ഞിട്ട് 1 വർഷം വരെ നമുക്ക് ഇതിന്റെ കോൺട്രാക്ട് ഉണ്ട്. ആ കോൺട്രാക്ട് പീരീഡ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും, നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി ചെയ്യേണ്ടി വരും. പിന്നെ ആ ഒരു കൺട്രോള് പോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യിപ്പിക്കും, മനസ്സിലായില്ലേ? സോ എല്ലാവരും ഇല്ല. ഏഷ്യനിൽ വളരെ നല്ലവരായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ ഞാൻ ഈ പറയുന്ന കുറച്ച് 1-2 ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രമാണ്. സോ ഇങ്ങനെയുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ വന്നപ്പം ഞാൻ ചില കാര്യങ്ങൾ പറ്റത്തില്ല എന്ന് തന്നെ മുഖത്ത് നോക്കി പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല സാർ, ഇല്ല സാർ, സോറി സാർ എന്ന് പറയുമ്പോൾ അവർക്ക് ആ സമയം തൊട്ടേ ഓക്കെ, നമ്മൾ വളർത്തുന്ന ഒരാളിനെ നമ്മൾ പറയുന്ന കണക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നീ അങ്ങനെ വളരണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായി. സോ അതിനുശേഷം തൊട്ട് ഞാൻ എന്ത് ചെയ്താലും നിനക്ക് എഗൻസ്റ്റ് വക്കീൽ നോട്ടീസ് വീട്ടിൽ വിടും. പിന്നെ എന്ത് കാര്യം ഞാൻ ചെയ്യാൻ പോയാലും അതിന് എഗൻസ്റ്റ് ആയിട്ട് ചെയ്യുക. എനിക്ക് വന്ന ഫിലിം ഓഫേഴ്സ് ആണെങ്കിലും എല്ലാം പല രീതിയിൽ അവർ മുടക്കിയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്താലും, ഞാൻ എന്തൊക്കെ ഈവൻ ഒരു ഇനോഗ്രേഷൻസ് പോലും പല ആൾക്കാരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പല രീതിയിൽ ഞാൻ എന്തൊക്കെ, ഈവൻ എനിക്ക് ഗോൾഡൻ വിസ പോലും, ദുബൈയിൽ പോലും ഗോൾഡൻ വിസ കിട്ടാവുന്ന സമയത്ത് പോലും പല രീതിയിൽ നിന്ന് ഇവിടുന്ന് പ്രഷർ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്റെ കരിയർ എൻഡ് ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഇവർ മുന്നേ ചെയ്തിട്ടുണ്ട്.